സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുള്ളത് പുറത്തൂര് ബോട്ട് ചെട്ടിയിലാണ്. കല്ലുമ്മക്കായ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം മൊത്തം അവിടെ ഉണ്ട്. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഇതാ കല്ലുമ്മക്കായ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം, കല്ലുമ്മക്കായ. നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടാവണ കടുക്ക ബസാറിൽ കിട്ടുന്ന സാധനം തന്നെ അല്ലേ? അത് നമ്മുടെ മലപ്പുറത്ത് കിട്ടും. ജീവുണ്ട് സാധനം. സജീവേട്ടാ, ഈ കല്ലുമ്മക്കായുടെ കൃഷി രീതി എങ്ങനെയാണ്? ഞങ്ങള് പുറത്തൊരു അഴിമുഖണ്ട്, അവിടെ കല്ലുമ്മല് ഡിസംബർ ജനുവരി മാസത്തിൽ ഇത് വിത്തുണ്ടാവും. അത് ഞങ്ങൾ ഉളിയേറ്റ് പോയിട്ട് മുക്കിയിട്ട് കുത്തിയിട്ട് പൊക്കിയെടുത്ത് കൊടുത്തിട്ട് ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു അരഞ്ച് വലിപ്പം ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ അവിടുന്ന് കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഈ സ്ഥലത്ത് ഇങ്ങനെ വിതറിയിടും. നമ്മള് നെല്ലിടുന്ന പോലെ അത് ഒരു 2-4 ദിവസമൊക്കെ ആയി കഴിഞ്ഞാല് കൂട്ടായിട്ട് ഇങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ കിടന്ന് നിന്നിട്ട് അവര് പിന്നെ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് തീറ്റ കൊടുക്കും. ഒന്നും വേണ്ട, ഒക്കെ നാച്ചുറൽ സാധനം, കടലിലത്തെ വെള്ളം. ഈ കടലിന്റെ പ്രദേശത്തെ ഈ സാധനം ഉണ്ടാവുള്ളൂ. കാരണം ഇവിടുന്ന് കഴിഞ്ഞ ഒരു 4-5 കിലോമീറ്റർ പോയാല് ഈ സാധനം ഉണ്ടാവില്ല. പിന്നെ നമ്മള് എരുന്ത്, കക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വേറെയാണ്. അല്ലെ നമ്മള് ഈ ഒരു പരിസരത്ത് സെയിലില്ലേ? ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല, ആൾക്കാർക്ക് കുറവല്ലേ? പക്ഷെ വേറെ അവിടെ നിക്കണല്ലേ? തിരൂര് കച്ചവടം ചെയ്യുന്ന ആളെ ഇപ്പൊ തുടങ്ങി നാട്ടിൽ കൊണ്ടിട്ടൊന്ന് സെറ്റായി. ഒരു 10-100 കിലോ ഇപ്പൊ നാട്ടിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഈ സാധനം നമ്മള് ചൂട് കൂടി കഴിഞ്ഞാൽ ഈ വലിപ്പൊക്കെ ആകാൻ പാടില്ല, ഇടയിൽ നിന്ന് പൊട്ടണടില്ലേ? അത് വെള്ളം ചൂടാകുമ്പോ പൊട്ടുന്നത്, പൊട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചത്തു പോണതാ. അപ്പൊ ഇതില് റിസ്ക് ഉണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ലക്കിയാണിത്, കിട്ടി പോയാ പോയി. അല്ല, ഇത് എത്ര മാസമാണ് ഇതിന് കാലം? 4 മാസം. അപ്പൊ ജനുവരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേന് ഒരു 20 എണ്ണൊക്കെ 1 കിലോ വരും. 21 കിലോ വരും. 22 എത്ര ആയിരിക്കും? ഏകദേശം ഒരു 35 എണ്ണൊക്കെ വരും. 35 ഇതിന് മാക്സിമം എത്ര വലിപ്പം ഉണ്ടോ? അതന്നെ ഉണ്ടാവും, ഒരു 5 ഇഞ്ച് വരൊക്കെ ഉണ്ടാവും. ആ 6 ഇഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ 20 എണ്ണം 18 എണ്ണം 15 എണ്ണം 1 കിലോ. എന്താണ് അത് വരെ നമുക്ക് നിർത്താൻ പറ്റൂല, അങ്ങോട്ട് കൂടിയിട്ട് സാധനം ചത്തു പോകും. അപ്പൊ വേനല് മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് വിളവെടുത്ത് കഴിയണം. ഏപ്രിൽ ലാസ്റ്റ് മെയ് ഒക്കെ ആകുമ്പോഴത്തേന് വിളവെടുത്ത് കഴിയണം അല്ലേ? ഇത്രയും വലിയൊരു പുഴയിലല്ല ഇട്ടിക്കുന്നത്. അപ്പൊ ഇത് സഞ്ചരിച്ചിട്ട് വേറെ ഏരിയക്ക് ഒന്നും പോകില്ല. ഇല്ല, അതാണ് പറഞ്ഞത്. നമ്മള് വിതറൂല്ലേ, വിതറുമ്പോ ഒരു 5 എണ്ണം 6 എണ്ണം 10 എണ്ണൊക്കെ ആയിട്ട് ഇതേമാതിരി ഒന്നിച്ച് നിൽക്കും. ആ നിർത്താൻ അവര് നിൽക്കും, പിന്നെ അവര് ഒഴുകി പോകാൻ പറ്റൂല, വെയിറ്റ് കൂടിയല്ലേ. വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ആ നിർത്തുന്ന അതിൽ അവിടെ ഇങ്ങനെ